together, Lord, bind us together with cords that cannot be broken. Bind us together, Lord, bind us together, bind us together with love. There is only one God, there is only one King, there is only one body, that is why we sing. Bind us together, Lord, bind us together with cords that cannot be broken. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തു നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച ശത്രുത്വമില്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. എഫെസ്യലേഖനം 2 14 മുതൽ 16 വരെ. അതായത് ഇരുപക്ഷത്തെയും ഒന്നാക്കുന്ന അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷയാണ് ക്രൂശിൽ നടന്നത് എന്ന പൗലോസ് ഇവിടെ പറയുന്നത്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയാണ് ക്രൂശിൽ നടന്നത്. അനുരഞ്ജനത്തിലൂടെ ശത്രുത്വത്തിൻ്റെ സ്ഥാനത്ത് സമാധാനം ഉണ്ടാകുന്നു. എല്ലാവരോടും ക്ഷമിക്കുകയും ദൈവത്തോട് നിരപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കാണുന്നത്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായുകൊണ്ട് തന്നെ ക്രൂശിച്ചവരോടും ക്ഷമിക്കണമേ എന്ന് കർത്താവ് ക്രൂശിൽ പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ ഈ പ്രാർത്ഥന ക്ഷമയുടെയും നിരപ്പിൻ്റെയും പ്രാർത്ഥനയായിരുന്നു. ക്രൂശിൽ വെളിപ്പെടുത്തിയ ഈ അനുരഞ്ജനം തന്നെ അനുഗമിക്കുന്ന ഓരോ മനുഷ്യനിലും ഉണ്ടാവണം എന്നതാ ക്രൂശിൻ്റെ സന്ദേശം. അനുരഞ്ജനത്തിൻ്റെ ഈ സന്ദേശം തന്നെയാണ് ജോസഫും നമുക്ക് നൽകുന്നത്. അനേകം കൈപ്പേറിയ അനുഭവത്തിലൂടെ ജീവിതം നയിക്കേണ്ടി വന്ന ഒരാളായിരുന്നു ജോസഫ്. സഹോദരന്മാർ തന്നെ കൊല്ലുവാൻ ശ്രമിച്ചു, പൊട്ടക്കിണറ്റിൽ തള്ളി. അവിടെ നിന്ന് മിദ്യാന്യർക്ക് അടിമയായി വിറ്റു. അവർ യോസഫിനെ മിസ്രൈമിൽ ഫറവോൻ്റെ ഉദ്യോഗസ്ഥനായ പൊത്തിഫറിന് വിറ്റു. പൊത്തിഫറിൻ്റെ വീട്ടിൽ അടിമയായി വേല ചെയ്ത ജോസഫിനോടുകൂടി യഹോവയായ ദൈവം ഉണ്ടായിരുന്നതിനാൽ ജോസഫ് പൊത്തിഫേറിൻ്റെ ഗ്രഹത്തിൽ വിചാരകനായി തീർന്നു. എങ്കിലും അവിടെ നിന്നും രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് കിടക്കേണ്ടി വന്നു. ഈ വിധത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്ന ജോസഫിനെ ദൈവം ഉയർത്തി മിസ്രൈമിലെ ഫറവോൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാക്കി. ഉൽപ്പത്തി 41:40. മിസ്രൈമിൽ സർവാധികാരിയായിരിക്കുന്ന ജോസഫിൻ്റെ മുൻപിൽ തന്നെ അടിമയാക്കി വിറ്റ സഹോദരന്മാർ ധാന്യം വാങ്ങുവാൻ വന്നിരിക്കുകയാണ്. തന്നോട് കാണിച്ച വിരോധത്തിന് പകരം ചെയ്യാതെ സഹോദരന്മാരോട് മനഃപൂർവ്വമായി ക്ഷമിക്കുന്ന ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നത്, നിങ്ങൾ വരുത്തിയ എല്ലാ ദോഷങ്ങളും ദൈവം നന്മയ്ക്കായി തീർത്തുവെന്ന. അത് പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്നവനാണ് നമ്മളുടെ ദൈവം. ജോസഫിൽ കാണപ്പെട്ട അനുരഞ്ജന മനസ്സ് നമ്മിലുമുണ്ടാവണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അനുരഞ്ജനത്തിൻ്റെ അടിത്തറ ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ ദൈവത്തിലുള്ള വിശ്വാസത്താൽ സാധിക്കും. ജോസഫിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപായി അയച്ചിരിക്കുന്നു. ഉൽപ്പത്തി 45:7. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും ജോസഫ് ദൈവത്തിൻ്റെ കരം കണ്ടു. ദൈവമാണ് സകലതും നിയന്ത്രിക്കുന്നതെന്നും സകലതും നന്മയ്ക്കായി മാത്രം നൽകപ്പെടുന്നു എന്നും ജോസഫ് വിശ്വസിച്ചു. പൊട്ടക്കിണറ്റിലെ അനുഭവവും കാരാഗ്രഹവാസവുമെല്ലാം
ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും അതൊക്കെയും സഹോദരന്മാരുടെ ജീവനെ രക്ഷിക്കുന്നതിനുള്ള ദൈവിക പദ്ധതിയായിരുന്നുവെന്നും ജോസഫ് വിശ്വസിച്ചു. ഈയൊരു വിശ്വാസമാണ് സഹോദരന്മാരുമായി അനുരഞ്ജനത്തിലെത്തുവാൻ ജോസഫിനെ സഹായിച്ചത്. ഇന്ന് സഭയിൽ കാണപ്പെടുന്ന കക്ഷിവഴക്കുകൾക്കും മത്സരങ്ങൾക്കും കാരണം നമ്മിലുള്ള ദൈവവിശ്വാസം നഷ്ടപ്പെട്ടതല്ലേ? എല്ലാം ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവുണ്ടോ? നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവിനെ പുറത്താക്കിയിരിക്കുകയല്ലേ? അതുകൊണ്ടല്ലേ വിശ്വാസി കോടതികൾ കയറി ഇറങ്ങുന്നതും ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതും എല്ലാം? എന്നിട്ട് നാം പറയും ഞാൻ സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നവനാണ് എന്ന്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയും അനുരഞ്ജനത്തിൻ്റെ വചനവുമാണ്. മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ ആൻഡ് വേർഡ് ഓഫ് റെക്കൺസിലിയേഷൻ. കോടതി വഴി സമാധാനമുണ്ടാവില്ല. ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തിലും വിട്ടുവീഴ്ചയിലും കൂടിയും ത്യാഗത്തിൽ കൂടിയും മാത്രമേ അനുരഞ്ജനം പൂർണ്ണമാകൂ. ജോസഫിലുണ്ടായ അനുരഞ്ജന അനുഭവമാണ് നമുക്കും വേണ്ടത്. അത് സാധ്യതമാകുവാൻ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. ഇരുപക്ഷത്തെയും ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഒന്നാക്കിയ യേശുക്രിസ്തു മാത്രമായിരിക്കണം നമ്മളുടെ മാതൃക. കർത്താവേ, സഹോദരന്മാരുമായി അനുരഞ്ജനത്തിൽ വരുവാനും കർത്താവ് ക്ഷമിച്ചതുപോലെ എല്ലാം ക്ഷമിക്കുവാനുമുള്ള കൃപ, വിശ്വാസം എനിക്കും തരണമേ. ആമേൻ. Bind us together, Lord, bind us together with cords that cannot be broken.